Hi, this is Needu from EduWorld International. So we are discussing about what are the good options for study MBBS abroad. Of course, നിങ്ങളൊരു സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നോർമലി കേട്ട് വരുന്ന കുറേ കൺട്രീസ് ഉണ്ട് ലൈക്ക് മൊൾഡോവ, ജോർജിയ, റഷ്യ, ഈജിപ്റ്റ് എക്സെട്ര അല്ലെങ്കിൽ ഒരു ഷങ്കൻ കൺട്രീസൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് അതെ, ഇതെല്ലാം നല്ല കൺട്രീസാണ്. നമുക്ക് MBBS അബ്രോഡിന് ആപ്റ്റ് ആയിട്ടുള്ള കുറേ നല്ല കൺട്രീസ് ഉണ്ട്. നമ്മൾ ഈ കൺട്രീസിലൂടെയാണ് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അബ്രോഡ് പോയി പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ബിഫോർ യു ടേക്കിംഗ് അഡ്മിഷൻ അബ്രോഡ്, ഏതെങ്കിലും അബ്രോഡ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഇന്ത്യൻ ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇന്ത്യയുടെ റൂൾസിനെ കുറിച്ചാണ് നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഓഫ് കോഴ്സ് ഇന്ത്യയുടെ റൂൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ NMC ആണ് കറൻ്റ്ലി, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയും. NMC 2021 കുറച്ച് പുതിയ റൂൾസ് അബ്രോഡ് MBBS പോയി പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും MBBS അബ്രോഡ് നോക്കുന്ന പിള്ളേർ ഫസ്റ്റ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്. അതിൽ ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ MBBS ഇപ്പോൾ നമ്മൾ അബ്രോഡ് പോയി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് വേണം അബ്രോഡ് പോകാനായിട്ട്. എന്നാൽ മാത്രമാണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് നമ്മൾക്ക് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതാനായിട്ട് പറ്റുക. രണ്ടാമതെന്ന് പറയുന്നത് ഡ്യൂറേഷനാണ്. 54 മാസത്തെ കരിക്കുലം പ്ലസ് 12 മാസത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്ന കൺട്രികൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വേണം നമ്മൾ അഡ്മിഷൻ സെക്യൂർ ആക്കാനായിട്ട്. മെയിനായിട്ട് പിന്നെ ഇംഗ്ലീഷ് മീഡിയം കരിക്കുലത്തിലായിരിക്കണം നിങ്ങളൊരു അബ്രോഡ് പോയി എടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഫുൾ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുണ്ടാകുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം. പിന്നെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു കൺട്രിയിൽ പോയി പഠിച്ചു, അതിപ്പോൾ റഷ്യ ആയിക്കോട്ടെ, ജോർജിയ ആയിക്കോട്ടെ, ഈജിപ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷങ്കൻ കൺട്രീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കോഴ്സിന് ശേഷം, നിങ്ങളുടെ ഈ 6 വർഷത്തെ കോഴ്സിന് ശേഷം കൺട്രി നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ആ കൺട്രിയിലെ പൗരന്മാർക്ക് അവിടെ വർക്ക് ചെയ്യുക, ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആ കൺട്രി കൊടുക്കുന്നത് എന്താണോ, അത് മേ ബി ലൈസൻസ് ആവാം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആവാം, ആ സെയിം ഇത് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ ലൈസൻസിങ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്ന സ്റ്റുഡൻസ് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ, ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ, ഒരു കൺട്രീനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ആ കൺട്രി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാമാണ് ഇന്ത്യയിൽ നിന്ന് അബ്രോഡ് പോയി പഠിക്കേണ്ട സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ റഷ്യ, ജോർജിയ, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ലൈക്ക് ഈജിപ്റ്റ്, മൊൾഡോവ, ഇങ്ങനെയുള്ള കൺട്രീസ് എല്ലാം NMCയുടെ എല്ലാ ഗൈഡ് ലൈൻസും പാലിക്കുന്നത്. ഓഫ് കോഴ്സ് യൂറോപ്യൻ കൺട്രീസ് ഓൾസോ. ഇപ്പോൾ അബ്രോഡ് പോയി പഠിക്കുന്ന പല സ്റ്റുഡൻസിലും ഇപ്പോൾ ഒരു ഭൂരിഭാഗം എടുക്കുകയാണെങ്കിൽ ഒരു 30 അല്ലെങ്കിൽ ഒരു 40% സ്റ്റുഡൻസിനായിരിക്കും തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് മസ്റ്റായിട്ട് NMCയുടെ ഗൈഡ് ലൈൻസ് ഒബേ ചെയ്യുന്ന കൺട്രികളിൽ തന്നെ പോകണം. അതിലിപ്പോൾ മൊൾഡോവൻ്റെയും ഈജിപ്റ്റിൻ്റെയും കേസസിൽ പറയുകയാണെങ്കിൽ അവരുടെ NMCയുടെ എല്ലാ റൂൾസും അവർ ഫോളോ അപ്പ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ 7-year കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതേസമയം റഷ്യ, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഇവിടെയൊക്കെ നിങ്ങളൊരു 6-year കോഴ്സ് മതിയാവും. കാരണം 6 year കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം കരിക്കുലാണ്, NMCയുടെ എല്ലാവിധ ഗൈഡ് ലൈൻസും അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ദെൻ ഗോ ടു യൂറോപ്യൻ കൺട്രീസ്. ഓഫ് കോഴ്സ് എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ യൂറോപ്യൻ കൺട്രീസ്, EU കൺട്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് വി ക്യാൻ ഡു ദാറ്റ്, ലൈക്ക് ബൾഗേറിയ, റൊമാനിയ, പോളണ്ട്, വാട്ട് എവർ. പക്ഷേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നോർമലി നേരത്തെ പറഞ്ഞ പോലെ കൺട്രികളിലും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺട്രിയാണ് EU കൺട്രീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് EU കൺട്രീസ് ഫോക്കസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഷങ്കൻ വിസയാണ്. ഒരു കൺട്രിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൺട്രികളിൽ പോയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും EU കൺട്രീസ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഹിഡൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഹിഡൻ കാറ്റഗറീസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നിങ്ങളൊരു പോളണ്ടിൽ MBBS കഴിഞ്ഞു, നിങ്ങൾക്ക് ജർമ്മനിയിൽ വർക്ക് ചെയ്യണം എന്നാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടേക്കുള്ള എൻട്രി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, നിങ്ങൾക്ക് കൺട്രിയിലേക്ക് പോകാൻ പറ്റും, പക്ഷേ അവിടെ വർക്ക് ചെയ്യണം എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ ഇറ്റലി ആണെങ്കിലും സെയിം ലൈക്ക് അങ്ങനെ, ഫ്രാൻസ് ആണെങ്കിലും സെയിം ലൈക്ക് അങ്ങനെ ചില കൺട്രീസിൽ അവരുടെ ലാംഗ്വേജും കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എന്നാണെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ പല സ്റ്റുഡൻസ്, ഇപ്പോൾ ഒരു 60% സ്റ്റുഡൻസിന് അബ്രോഡ് കൺട്രിയിലൊക്കെ വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. ചിലപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. പക്ഷേ അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അവർക്കും വേറെ അക്രഡേഷൻസ്, WHO, WFME, WDOMS, പിന്നെ അതുപോലെ തന്നെ ECFMG ഇങ്ങനെയുള്ള അക്രഡേഷനുള്ള യൂണിവേഴ്സിറ്റികളിൽ വേണം നിങ്ങൾ പോയിട്ട് പഠിക്കാനായിട്ട്. സോ ഇഫ് യു വോണ്ട് ടു വർക്ക് ആഫ്റ്റർ MBBS
സ്റ്റഡീസ് ലൈക്ക് UK ഓർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഓർ യൂറോപ്യൻ കൺട്രീസ്, നിങ്ങൾ അവരുടെ റൂൾസ് കൂടി നോക്കണം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് WHO അക്രഡേഷൻ, അതുപോലെ തന്നെ WFME, ECFMG, പിന്നെ WDOMS ലിസ്റ്റഡ് ആയിരിക്കണം, സ്പോൺസർ നോട്ടുള്ള കൺട്രി ആയിരിക്കണം. അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ യൂണിവേഴ്സിറ്റിക്ക് ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം നിങ്ങളുടെ കോഴ്സിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് UK ആണെന്നാണെങ്കിൽ പ്ലാബ് എന്ന് പറയുന്ന ഒരു എക്സാം, ഇപ്പോൾ കറൻ്റ്ലി പ്ലാബാണ്, 2024 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UKMLE എന്നുള്ള പേരുള്ള ഒരു എക്സാം ആയിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് ദേ വിൽ ചെക്ക് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഈ അക്രഡേഷൻസ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി യൂറോപ്യൻ യൂണിയനിൽ വരുന്ന യൂറോപ്യൻ കൺട്രിയിൽ GMCയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസ് ഉണ്ട്, ലൈക്ക് റൊമാനിയ, ബൾഗേറിയ, അത് അങ്ങനെയുള്ള പോളണ്ട്, അങ്ങനെയുള്ള കുറച്ച് കൺട്രീസ് ഉണ്ട്. ഇവിടെയൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് 2028 വരെ അവിടുത്തെ പ്ലാബ് എക്സാം അല്ലെങ്കിൽ UKMLE എക്സാം ഇല്ലാതെ അവിടേക്ക് ഡയറക്റ്റ് എൻട്രി പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണേക്കുമ്പോൾ ആദ്യം NMCയുടെ ഗൈഡ് ലൈൻസ് നോക്കുക, അതുപോലെ തന്നെ വേൾഡിൻ്റെ ലൈക്ക് WHO, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ WHO, WDOMS, പിന്നെ WFME, ECFMG, ഇതിൻ്റെയൊക്കെ അക്രഡിറ്റേഷനുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങളൊരു അഡ്മിഷൻ കൺഫേം ചെയ്യുക ഒരു യൂണിവേഴ്സിറ്റിയുടെ. നമ്മളപ്പോൾ ബിഫോർ ടേക്കിംഗ് അഡ്മിഷൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അക്രഡിറ്റേഷൻസിൻ്റെ ബേസിലായിട്ടുണ്ടെങ്കിലും എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബേസിക്കലി എല്ലാവരും നോക്കുന്നത് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ, അവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടോ, മലയാളികളുണ്ടോ, പിന്നെ അവിടുത്തെ കരിക്കുലം എങ്ങനെയാണ്, അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളോട് സംസാരിക്കാൻ ശ്രമിക്കുക, നല്ലൊരു ഏജൻറ്റിനെ ചൂസ് ചെയ്യുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. ഇതൊക്കെയാണ് പിന്നെ മെയിൻലി നിങ്ങൾ ബിഫോർ അഡ്മിഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ NMCയും അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാബ് എഴുതി UK സെറ്റിൽ ആവണം അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് സെറ്റിൽ ആവണം എന്നാണെങ്കിൽ ഒരുപാട് നല്ല ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഈജിപ്റ്റ് ചൂസ് ചെയ്യാം, മലേഷ്യ ചൂസ് ചെയ്യാം, ലൈക്ക് മോൾഡോവ, ജോർജിയ, റഷ്യ, പോളണ്ട്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ബൾഗേറിയ ഓർ റൊമാനിയ, ഇതെല്ലാം ആപ്റ്റായിട്ടുള്ള കൺട്രീസാണ്. പക്ഷേ ബിഫോർ ദാറ്റ് നിങ്ങളെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ പോയിൻറ്റ്സ് എല്ലാം വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷനായിട്ട് മുൻപോട്ട് പോകുക. കാരണം പുതിയ ഗൈഡ് ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ WFME, ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയറിൽ വന്ന പുതിയൊരു അപ്ഡേറ്റാണ് WFME എന്ന് പറയുന്നത്, WFME അക്രഡിറ്റേഷനുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ പുതിയ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അതെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷനായിട്ട് മുൻപോട്ട് പോവുക. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ കോൺടാക്ട് എജുവേർഡ് ഇന്റർനാഷണൽ. വി ആർ റെഡി ടു അസിസ്റ്റ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്.